ആരോഗ്യമേഖലയിലെ അനാസ്ഥയ്ക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. കോഴിക്കോട് DMO ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഹലോ ടെലി കണക്ട് ചെയ്താലും മതി. ഓക്കെ. ഹലോ ഏതായാലും ആരോഗ്യമേഖലയിലെ അനാസ്ഥയ്ക്കെതിരെയാണ് മുസ്ലിം യൂത്ത് ലീഗ് DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. കോഴിക്കോട് DMO ഓഫീസിലേക്ക് എരഞ്ഞിപ്പാലത്ത് നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ എത്തിയത്. ആരോഗ്യരംഗത്തെ അനാസ്ഥയ്ക്കെതിരെയാണ് യൂത്ത് ലീഗിന്റെ മാർച്ച് സംഘടിപ്പിച്ചത്. ബാരിക്കേഡ് തകർക്കാൻ പ്രവർത്തകരുടെ ശ്രമം നടക്കുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന ആവശ്യത്തിലാണ് യൂത്ത് ലീഗിന്റെ ആരോഗ്യമേഖലയിലെ അനാസ്ഥയ്ക്കെതിരെയാണ് യൂത്ത് ലീഗ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KM ചെയ്യുന്നുണ്ട്. റിയാസ്, ആരോഗ്യരംഗത്തെ അനാസ്ഥയ്ക്കെതിരെയാണ് പ്രതിഷേധം ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുന്നത്. യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം കോഴിക്കോട് DMO ഓഫീസിന് മുൻപിൽ തുടരുകയാണ്. കോഴിക്കോട് DMO ഓഫീസിലേക്ക് കടക്കുന്ന കളക്ടറേറ്റ് കവാടത്തിന് മുൻപിൽ തന്നെ പോലീസ് ഈ മാർച്ച് തടഞ്ഞു. യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് അടക്കമുള്ള നേതാക്കളാണ് ഈ മാർച്ചിന് നേതൃത്വം നൽകുന്നത്. പ്രകടനമായാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത്. ആരോഗ്യരംഗത്തെ അനാസ്ഥയ്ക്കെതിരെയാണ് ഇവരുടെ പ്രതിഷേധം. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. മാർച്ച് തുടങ്ങിയ വേളയിൽ ബാരിക്കേഡ് തകർക്കാൻ യൂത്ത് ലീഗ് പ്രവർത്തകർ ശ്രമിച്ചു. മാത്രമല്ല, ബാരിക്കേഡിന്റെ മുകളിൽ കയറി അവർ മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതോടുകൂടി സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ ഈ സമരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇവിടെ പുരോഗമിക്കുകയാണ്. നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ചിറക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലെ പരിമിതികളെക്കുറിച്ച് തുറന്ന് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു. ആ തുറന്നെഴുത്തിന് പിന്നാലെ വലിയ ആ വിഷയം രാഷ്ട്രീയമായി പ്രതിപക്ഷം ഏറ്റെടുത്തു. ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, സംസ്ഥാനത്തെ മിക്ക മെഡിക്കൽ കോളേജുകളിലും ഒപ്പം തന്നെ സർക്കാർ ആശുപത്രികളിലും ഈ സമാനമായ സാഹചര്യമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ, യൂത്ത് ലീഗ് അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇപ്പോൾ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും DMO ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് DMO ഓഫീസിലേക്കും ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകർ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ മറ്റു ഉദ്ഘാടന പരിപാടികളിലേക്ക് കടക്കുകയാണ്. അല്പം കഴിഞ്ഞ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ആണ് കോഴിക്കോട് നടക്കുന്ന ഈ DMO ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന ആവശ്യത്തിലാണ് പ്രധാനമായിട്ടും യൂത്ത് ലീഗ്. ആരോഗ്യമേഖലയുടെ അനാസ്ഥയ്ക്കെതിരെ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം അടക്കം തകർന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മുരളീധരൻ അല്പസമയം മുൻപേ പറഞ്ഞിരുന്നു, ആരോഗ്യമേഖല അനാരോഗ്യമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നടക്കം. ഈ നാട്ടിലെ ആരോഗ്യ വകുപ്പ് ഭരിക്കുന്ന ആരോഗ്യമന്ത്രി
രാജിവെച്ച് ഇത് ഭരിക്കാൻ അറിയുന്ന ആളുകളുടെ തീർച്ചയായും ഇത് വലിയൊരു വിഷയമായി തന്നെ പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ്. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജുകളിലെയും സർക്കാർ ആശുപത്രികളിലെയും പരിമിതികളും ഒപ്പം തന്നെ അസൗകര്യങ്ങളും എല്ലാം തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷ യുവജന സംഘടനകൾ വലിയ പ്രക്ഷോഭം തുടങ്ങിയത്. നേരത്തെ KPCCയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജുകൾക്ക് മുൻപിൽ കഴിഞ്ഞ ദിവസമാണ് വലിയൊരു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. KPCC അത് ബ്ലോക്ക് തലങ്ങളിലേക്ക് എല്ലാ സർക്കാർ ആശുപത്രികൾക്ക് മുൻപിലും അടുത്ത ദിവസം പ്രതിഷേധ ധർണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാൻ പോവുകയാണ്. അതിനിടെയാണ് പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന സംഘടനയായ മുസ്ലിം യൂത്ത് ലീഗും ഈ പ്രതിഷേധം ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് അതിന്റെ ഒരു തുടക്കം എന്ന രീതിയിലാണ് യൂത്ത് ലീഗ് DMO ഓഫീസുകൾക്ക് മുൻപിലേക്കുള്ള മാർച്ച് നടത്തുന്നത്. ഇതിനൊരു തുടർച്ച ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് യൂത്ത് ലീഗ് നേതൃത്വം അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഇവിടെ കൊണ്ട് അവർ അവസാനിപ്പിക്കില്ല. നിരന്തരമായൊരു പ്രക്ഷോഭമായിരിക്കും ഇതിന്റെ തുടർച്ചയായി ഉണ്ടാവുക എന്നുകൂടി യൂത്ത് ലീഗ് നേതൃത്വം അറിയിക്കുകയാണ്. ശരി, റിയാസ്, ആരോഗ്യ മേഖലയിലെ അനാസ്ഥയ്ക്കെതിരെയാണ് മുസ്ലിം യൂത്ത് ലീഗ് DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നു. കോഴിക്കോട് DMO ഓഫീസിലേക്ക് എരഞ്ഞിപ്പാലത്ത് നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ എത്തിയത്. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം ആരോഗ്യ മേഖലയിൽ ശക്തമായി കൊണ്ടിരിക്കുന്നത്.